ഹലോ ആൻഡ് ഹായ് ഫ്രണ്ട്സ്. ഇന്നത്തെ വീഡിയോയിൽ നല്ലൊരു അവിയൽ ഞാനിവിടെ ഉണ്ടാക്കിയത് നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്യണേ. ഇത് ഒരു രീതി. അപ്പോൾ ഇതിലിപ്പോൾ നിങ്ങൾ കാണുന്നത് പച്ചക്കറികളൊക്കെ നമ്മൾ കഴുകി വൃത്തിയാക്കി അതിൽ വെള്ളം ഒഴിച്ച് പാകത്തിന് ഉപ്പും കൂടെ ഇട്ട് നമ്മൾ അതിനെ വേവിക്കാൻ അടുപ്പത്ത് വെക്കാൻ പോവുകയാണ്. അപ്പോൾ പാനിൽ ഇത്രയും സാധനങ്ങളാണ്, വേറെ ഒന്നും ഇട്ടിട്ടില്ല. വെള്ളം, പിന്നെ ഉപ്പ്. ഇത് അവിടെ ഇരുന്ന് വേകുന്ന സമയം കൊണ്ട് നമുക്കതിനുള്ള അരപ്പ് തയ്യാറാക്കാമേ. ഇതിൽ പിന്നെ മിക്സിയിലെ ജാറിൽ ഞാനിപ്പം അരമുറി തേങ്ങോളം ഇട്ടിട്ടുണ്ട്. അതിലൊരു 3-4 ടേബിൾ സ്പൂൺ കട്ടത്തൈരാണ് ഇടുന്നത്. വേറെ ഒന്നും ഇടുന്നില്ല. കട്ടത്തൈര്, പിന്നെ പച്ചമുളക്, ഒരു 3-4 പച്ചമുളക്. അതൊക്കെ എരിയെല്ലാം നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. പക്ഷേ ഇത് അരയ്ക്കുമ്പോൾ ഇതങ്ങ് വെള്ളം പോലെ ആയിപ്പോരുത്. ഒരുപാട് ഇതിനൊരു കൺസിസ്റ്റൻസി ഉണ്ട്. അരപ്പിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് നല്ല തിക്കായി തന്നെ ഇരിക്കണം. അപ്പം നമ്മളിതിൽ വെള്ളമൊന്നും ഒഴിക്കുന്നില്ല. ഈ കട്ടത്തൈരും മുളകും അരച്ചെടുത്തിട്ടുണ്ട്. അതിനെ ഒരു സ്പൂണിൽ കോരി കാണിച്ചു തരാമേ. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഈ അവിയൽ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ്. അപ്പം ഇനി നമ്മൾ പച്ചക്കറികൾ വെന്തോന്നും കൂടി ഉറപ്പ് വരുത്തണം. ചേനയും പിന്നെ വഴുതനങ്ങ എല്ലാ കഷ്ണങ്ങളും, ഞാൻ പറയുന്നത് കുറച്ച് കട്ടിയായിട്ടുള്ള കഷ്ണങ്ങൾ, ചേന പോലെയുള്ള കഷ്ണങ്ങളൊക്കെ നമ്മളെടുത്ത് വെന്തൊന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം നമുക്ക് ഈ അരപ്പ് ഇതിലോട്ടിടാം. നമ്മൾ ഒരുപാട് വെള്ളവും ഇതിൽ ഒഴിക്കാൻ പാടില്ല, പാകത്തിന്, അല്ലെങ്കിൽ ഇതൊരു ഇതായിപ്പോവും. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് അങ്ങനെയാണ്. അപ്പം നമ്മൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വെക്കുമ്പോഴാണ് കഴിക്കാൻ നല്ല രുചി ചോറിൻ്റെ കൂടെ. അപ്പം നമ്മളിപ്പോൾ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ട് അരപ്പിനെ ഇതിലോട്ട് യോജിപ്പിച്ച് അടച്ച് വെക്കുകയാണ്. അപ്പോൾ ശരിക്കും ഇത് നമ്മൾ കല്യാണത്തിനൊക്കെ കിട്ടും. ഇതും കിട്ടും. നമുക്കൊരു അതും ഞാൻ ചെയ്തിട്ടുണ്ട്. അങ്ങനത്തെ ഒരു അവിയലും ഉണ്ട്. ജീരകവും ചെറിയ ഉള്ളിയും പിന്നെ മഞ്ഞളും വെളുത്തുള്ളിയൊക്കെ ചേർത്തിട്ട് അങ്ങനെയുണ്ട്. ഇതിലിപ്പോൾ നമ്മളൊന്നും ചേർക്കുന്നില്ല. ഇത് ഭയങ്കര ടേസ്റ്റാണ്. അപ്പം ഇതിലിനിയിപ്പോൾ നമുക്ക് വേറെ ഒന്നും ചെയ്യാനില്ല. നന്നായിട്ട് ഇതൊന്ന് വെന്ത് അരപ്പൊക്കെ പിടിച്ച് വരുമ്പോൾ നമുക്കിതിൽ കറിവേപ്പിലയും വെളിച്ചെണ്ണയും കൂടെ നമ്മളിതിൽ ഒഴിച്ച് കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ്. ചോറിന് പിന്നെ നമുക്ക് വേറെ കറികളൊന്നും വേണ്ട കേട്ടോ. അപ്പോൾ ഈ ഓണത്തിന് ഇങ്ങനെ ചെയ്യാൻ ആഗ്രഹമുള്ളവർ ഈ ഒരു സ്റ്റൈൽ അവിയൽ ഒരു കൈ നോക്കണം. വളരെ അതിന് മുമ്പ് നിങ്ങൾ ഒരിക്കലും ഒന്ന് ട്രയൽ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അടുത്ത വീഡിയോയിൽ നമുക്ക് വേറൊരു റെസിപ്പിയായി കാണാം. ബൈ.